അസ്സലാമു അലൈക്കും മക്കളെ, നിങ്ങൾക്കെല്ലാം സുഖം തന്നെയല്ലേ? അതുപോലെ തന്നെ എനിക്കും സുഖം തന്നെ. പിന്നെ ഇന്ന് ഞാൻ പഴവും മുട്ടിയും പിന്നെ ഇത് ബ്രെഡും വെച്ചിട്ട് ഒരു 4 മണി പലഹാരം അത് നമുക്ക് ഉണ്ടാക്കി നോക്കാം. പഴം അങ്ങനെ ഞാൻ ഗ്യാസ് അടുപ്പിൽ വെക്കുന്നുണ്ട് പൊങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് കാണാം. 3 പഴം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളെ പഴം നന്നായി വെന്ത് നമുക്കത് മാറ്റി വെക്കാം. അങ്ങനെ ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുക്കാൻ വേണ്ടിയിട്ട് 1 സ്പൂണ് പശു നെയ്യ് ഇടുന്നുണ്ട്. നന്നായി ഒന്ന് കായും. അതിലേക്ക് ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഇടുന്നുണ്ട് വറുക്കാൻ വേണ്ടി. നന്നായി ഇത് വറുത്ത് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. എളുപ്പ കാര്യമാണ്. ഒരു 4 മണി പലഹാരം ഇതുവരെ ചെയ്യാത്തവരെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കായ് വറുത്ത് ഞാൻ കോരി എടുക്കുന്നുണ്ട്. മൂന്ന് മുട്ട ഞാൻ ഒഴിക്കുന്നുണ്ട്. 3 മുട്ട ഒഴിച്ച് വെച്ചതാണ് ഞാൻ പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. നന്നായി ഒന്ന് ഇളക്കണം. ഇതിലേക്ക് ഞാൻ ഒരു ശകലം ഉപ്പിടുന്നുണ്ട്. നന്നായി ഉപ്പിട്ട് ഇതിനോടൊക്കെ അതിലേക്ക് ഏലക്കായ പൊടി കുറച്ച് ഇടുന്നുണ്ട്. ഇതിലേക്ക് തന്നെ ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്ത് വെച്ചത് ഞാൻ ഇടുന്നുണ്ട്. നന്നായി ഇതിലേക്ക് ഞാൻ ഒരു 3 സ്പൂണ് പഞ്ചസാര ഇടുന്നുണ്ട്. 3 സ്പൂണ് കൂടെ തന്നെ ഞാനിതാ 3 പഴം ഉരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നന്നായി നമുക്കിത് ഉടക്കാം. നന്നായി ഇത് ഉടച്ച് മുട്ടയും പഴവും നന്നായി പഞ്ചസാരയും നല്ല ഇട്ട് നന്നായി ഒന്ന് ഉടച്ച് പിന്നെ നമുക്കിത് ബ്രെഡിലാക്കാം. നമുക്കിത് ബ്രെഡിലേക്ക് നന്നായി ഇത് എല്ലാ ദിക്കിലും ഇത് ആവണം. എന്നിട്ട് അതിൻ്റെ മേലിലേക്ക് ഒരു ബ്രെഡും കൂടി വെക്കാം. നന്നായി ഇത് എല്ലാം ആയതിൻ്റെ ശേഷം പിന്നെ ഞാൻ കാട്ടിക്കാം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല രസമുണ്ട് തിന്നാൻ വേണ്ടിയിട്ട്. ഒന്ന് ചെയ്ത് നോക്കിയതിൻ്റെ ശേഷം എന്നോട് കമൻറ്റിൽ പറയണം നന്നായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും. അങ്ങനെ നന്നായി നമ്മളെ ബ്രെഡും കായും നല്ല രീതിയിൽ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അങ്ങനെ നമുക്കിത് ഇതിലേക്ക് ഞാൻ 1 സ്പൂണ് പശു നെയ്യ് ഇടുന്നുണ്ട്. എല്ലാവർക്കും ആവട്ടെ. ഇതിലേക്ക് ഞാൻ വെക്കുന്നുണ്ട്. നല്ലോണം കാഞ്ഞൂട. നല്ലോണം കാഞ്ഞിട്ടാകുമ്പോൾ പിന്നെ ബ്രെഡ് ഇതാവും. ചെറുങ്ങനെ തീയെ കൊടുത്തുവിടും.
നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. നന്നായി ഒന്ന് നല്ല ഇതിലൊന്ന് പൊരിയിട്ട് അങ്ങനെ ഇത് ഞാൻ പ്ലേറ്റിലേക്ക് ഓരോന്നായിട്ട് മാറ്റാം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. വൈകുന്നേരത്തെ ചായക്ക് അടിപൊളിയാണ്. ഇങ്ങനെ നമുക്ക് നല്ലൊരു ശംഖുപുഷ്പത്തിൻ്റെ ചായ കുടിച്ചാല. ഞാൻ ഒരു ഗ്ലാസ് പാലൊഴിച്ചു. ഒരു ഗ്ലാസ് വെള്ളം, പിന്നെ ഒരു ഗ്ലാസും കൂടി ഒഴിക്കണം. 3 ഗ്ലാസ്സാണ് ഉണ്ടാക്കുന്നത് ശംഖുപുഷ്പത്തിൻ്റെ ചായ. 3 ഗ്ലാസ്. ഇതിലേക്ക് ഞാൻ 2 സ്പൂണ് പഞ്ചസാര ഇടുന്നുണ്ട്. ഒരു 4 ശംഖുപുഷ്പത്തിൻ്റെ കൂടുന്നുണ്ട്. ആദ്യമായിട്ടാണ് ശംഖുപുഷ്പത്തിൻ്റെ ചായ ആക്കുന്നത്. എല്ലാവരും പറയുന്നുണ്ട് ശംഖുപുഷ്പത്തിൻ്റെ ചായ നല്ല ചായയെന്ന്. അതുകൊണ്ടൊന്ന് കുടിച്ച് നോക്കാമല്ലോ നമുക്ക് എങ്ങനെയാണ് ആക്കൽ. എപ്പോൾ ഈ പാക്ക് വീട്ടിൽ ചായപ്പൊടീൻ്റെ പാക്കറ്റ് തന്നെ കൊണ്ടുവരൽ. വീട്ടിൽ പൊടി ഞാൻ ഇടുന്നുണ്ട്. തിളക്ക് നല്ല ചായ നോക്കാൻ നമുക്ക് എങ്ങനെയുണ്ട് ശംഖുപുഷ്പത്തിൻ്റെ. ബ്രെഡ് ഇവിടെ റെഡിയായി. ഒന്ന് നമുക്ക് തിന്ന് നോക്കാം. സൂപ്പർ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നല്ല രസമുണ്ട്. നല്ല ശംഖുപുഷ്പത്തിൻ്റെ ചായ ഒന്ന് കുടിച്ച് നോക്കട്ടെ ഞാൻ. എല്ലാവരും പറയുന്നതിനെക്കാട്ടി ടേസ്റ്റ് ഉണ്ട്. കുറേ ആൾക്കാർ പറഞ്ഞു എന്നോട് ശംഖുപുഷ്പത്തിൻ്റെ ചായ നല്ല ചായയെന്ന്. അതാണ് ഞാൻ ഇന്ന് നോക്കിയത്. ചായ കുടിക്കൽ നിർത്തിയാലും ഞാൻ ഇന്ന് ഈ ശംഖുപുഷ്പത്തിൻ്റെ പൂട്ടിട്ട് വെച്ചോണ്ടാണ് ഞാൻ ചായ കുടിച്ച് നോക്കുന്നത്. എല്ലാവരും ശംഖുപുഷ്പത്തിൻ്റെ ചെടി നടണം. ഞങ്ങൾ ഇടി നട്ടിട്ടുണ്ട്, വളർന്നിട്ടില്ല, കുറച്ചേ ആയിട്ടും. ആകുമ്പോൾ ഞാനെല്ലാം കാട്ടിക്കാം. പിന്നെ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഇത് ചുട്ട് നോക്കണം. നല്ല രസമാണ്. ബ്രെഡും കായും മുട്ടയും അടിപൊളി.